ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാസ് കിച്ചൺ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കിളിക്കൂടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇഫ്താറിനൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കാടമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരു സവാള ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 ഇതള വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് സേമി കൂടി എടുത്തിട്ടുണ്ട്, നമ്മൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്. നമ്മളൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ആയി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ. നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറി വരുമ്പോൾ ഓരോ ബോൾസുകളാക്കി മാറ്റിയെടുക്കാം. അങ്ങനെ ഓരോന്നും ഓരോ ബോൾസുകളാക്കി ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മളെല്ലാതും ബോൾസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പരത്തി കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ നടുവിലേക്ക് പൊഴിഞ്ഞ് വെച്ചിട്ടുള്ള കാടമുട്ട വെച്ച് കൊടുക്കാം. നമ്മളിതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. ഈ മുട്ടേനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഇത് ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതും ഇങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാതും ഇപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സേമിയയിൽ കവർ ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം. പിന്നെ സേമിയയിലും നന്നായിട്ട് കവർ ചെയ്യാം. നമ്മളിങ്ങനെ കവർ ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയിൽ ഒരു കൈ മുക്കിയിട്ട് പിന്നെ അതന്നെ സേമിയയിൽ മുക്കാതിരിക്കുക. കാരണം അത് വേഗം ഒട്ടി പിടിക്കും. സോ നമ്മൾ ഒരു കൈ കൊണ്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് സേമിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളെല്ലാതും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഓൾറെഡി എല്ലാം വെന്ത് വന്നിട്ടുള്ള
റെസിപ്പീസാണ് ഇതിലുള്ളത്. സോ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കാം. ഒരു ജസ്റ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഏകദേശം ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. സോ നമ്മൾ മറിച്ചിട്ട് കൊടുക്കല്ലേ ഇതും. നമുക്കിത് കോരിയെടുക്കാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് അടുത്തതും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഫ്താറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.